ഏവർക്കും സ്വാഗതം. വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രവുമായി ബന്ധപ്പെട്ടാണ് വിഷുഫലം പറയുന്നത്. 2025 ഏപ്രിൽ 14 വെളുപ്പിന് 3:21 മേട വിഷു സംക്രമണം വരുന്നു. വിഷുഫലം തികച്ചും നക്ഷത്രത്തെ ആസ്പദമാക്കിയാണ്. വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്നിവയൊക്കെയായി കണക്കാക്കുന്നുണ്ട്. വിഷുഫലം പ്രവചനം ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപ്രകാരം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം വിധത്തിലുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ വരുന്നത് എന്നതിനെ കുറിച്ചുകൂടി ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരികയാണ്. ചോതി നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമ തിഥിയിലുമാണ് വിഷു സംക്രമണം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സംക്രമണം നടക്കുന്ന നക്ഷത്രവും അതിനു മുന്നേയും അതിന് പിൻപുമുള്ള നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം എന്നിവയാണ്. അപ്പോൾ ഇവ ആദിശൂല നക്ഷത്രങ്ങളാണ്. ഇവയ്ക്ക് അനുകൂല അല്ലാത്ത ചില ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയം കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായി നോക്കാൻ നമുക്ക് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ചില കാര്യ തടസ്സങ്ങളൊക്കെ ഈ ഒരു സമയം വന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഇപ്പോൾ തൊഴിൽ ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്ന ജോബിനെ കുറിച്ചൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം, അതേപോലെ വിദേശത്തേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ഏജൻസിക്കോ അല്ലെങ്കിൽ ഏജൻറ്റിനോ ഒക്കെ പണം കൊടുക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം. അല്ലെങ്കിൽ തൊഴിൽ തടസ്സം, അത് മുഖേന പണം നഷ്ടമൊക്കെ വരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ട സമയമാണ്. ബിസിനസ് ചെയ്യുന്നവരും അതിൽ നന്നായി ശ്രദ്ധിച്ചു മുന്നോട്ട് പോകണം. ധന നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പൊതു നക്ഷത്രഫലമാണ് പറഞ്ഞത്. ജാതകപ്രകാരം നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വ്യത്യാസം വരുമെങ്കിലും ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരുടെ ഈ 2025 ഏപ്രിൽ മാസം വിഷുഫലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ഇവര് ഭഗവാൻ വിഷ്ണുവിനെ ഉപാസന നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥനകൾ നന്നായി നടത്തുക. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ ദോഷങ്ങളൊന്നും ഈ ഒരു സമയം ഇല്ല. പിന്നെ ധനപരമായ കാര്യങ്ങൾക്ക് ഒക്കെ ചിലവാക്കുന്ന ആ ഒരു പണത്തിൻ്റെ കണക്കുകളും എല്ലാം നിങ്ങളുടെ കയ്യിൽ സേഫായി നിങ്ങൾ സൂക്ഷിക്കുക. ചില കള്ളക്കണക്കുകൾ പറയാനോ അല്ലെങ്കിൽ അധിക പണം ചില ആളുകൾ തട്ടിയെടുക്കാനൊക്കെയുള്ള സാധ്യത ഈ സമയത്ത് വന്നു പെട്ടേക്കാം എന്നതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അല്ലാതെ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. അനിഴം, തൃക്കേട്ട, മൂലം, പൂരാട, ഉത്രാടം, തിരുവോണം നക്ഷത്രക്കാർക്കൊക്കെ വിഷുഫലം വളരെ നല്ല ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. വിവാഹത്തിന് തടസ്സമൊക്കെ ഉള്ള ആളുകൾക്ക് ആ തടസ്സമൊക്കെ മാറുന്ന സമയമാണ്. തൊഴിലിൽ ഉയർച്ച, മേന്മ ഒക്കെ ഉണ്ടാകും. തൊഴിൽ നേട്ടം, ഉന്നതിയൊക്കെ ഈ ഒരു സമയം വിഷുഫലമായി നിങ്ങൾക്ക് വരുന്നുണ്ട്. ബിസിനസ് രംഗത്ത് ശോഭിക്കാൻ കഴിയുന്നതാണ്. കലാകാരന്മാർക്ക്, രാഷ്ട്രീയക്കാർക്കൊക്കെ അനുകൂലമായ സമയമാണ്. കണ്ടകശനി ദോഷങ്ങൾ ഉള്ളവർക്ക് പോലും ഈ ഒരു വിഷുഫലം വളരെയധികം നല്ലതാണ്. അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. പ്രാർത്ഥനകൾ വേണം നല്ല സമയമാണെങ്കിൽ പോലും. ഈ ഒരു വിഷുഫലം നോക്കുമ്പോൾ പൊതുവേ ഉള്ള നക്ഷത്രഫലമാണ് പറയുന്നത്. ജാതകപ്രകാരം ജനിച്ച സമയമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരാം. അതുകൊണ്ട് ഗുണമുള്ളവർ അല്ലെങ്കിൽ ദോഷമുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അവിട്ടം, ചതയം, പോരുരുട്ടാതി നക്ഷത്രക്കാർക്ക് മധ്യശൂൽ നക്ഷത്രങ്ങളാണ്. ഇപ്പോൾ അത്ര അനുകൂലമല്ലാത്ത ഒരു സമയമെന്ന് വേണമെങ്കിൽ പറയാം. കാര്യതടസ്സങ്ങൾ, ചെറിയ ചെറിയ കലഹങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രകൾ, അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക. വാഹനത്തിൻ്റെ സ്പീഡൊക്കെ ഒന്ന് നിയന്ത്രിച്ച് വേണം പോകാൻ. വാഹന കാര്യത്തിൽ നന്നായി ശ്രദ്ധ വേണം. വളരെ കരുതൽ വേണം. ഏത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഉത്തരവാദിത്വത്തോടു കൂടി വേണം ഏത് കാര്യവും ചെയ്യാനായി. പ്രാർത്ഥനകൾ അനിവാര്യമാണ്. ഇത് വീണ്ടും പറയുന്നു, പൊതുഫലമാണ്, നക്ഷത്രത്തിൻ്റെ പൊതുഫലമാണ് പറയുന്നത്. ജാതകപ്രകാരം ഇതിലൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് കേട്ട് പെട്ടെന്ന് ടെൻഷൻ അടിച്ച് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പൊതുവായിട്ടുള്ള ഫലമാണ് പറഞ്ഞത്. പ്രാർത്ഥന കൊണ്ട് മാറാത്തതായ ഒരു പ്രശ്നങ്ങളുമില്ല. അല്പം ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ ഏത് കാര്യം വരുമ്പോഴും 1-2-3 തവണ ചിന്തിച്ചിട്ട് ചെയ്യാവൂ എന്നതാണ് പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നീ നക്ഷത്രക്കാർക്ക് അനുകൂല ഫലമാണ്. സാമ്പത്തിക നേട്ടം, സൽകീർത്തി, മാന്യത, തൊഴിൽ രംഗത്ത് കീർത്തി, ശോഭനമായ ഭാവി, വിദ്യാവിജയം, വിദേശവാസം, ആഗ്രഹ സാഫല്യം, എല്ലാ രംഗങ്ങളിലും നേട്ടം, ഭാഗ്യം, ഇതൊക്കെ ഈ വിഷുഫലമായി പറയുന്നുണ്ട്. അപ്പോൾ
ഈ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങളാണ് ഈ വിഷുവിന് ഉണ്ടാകുന്നത്. എന്നാൽ ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ജന്മശനി ആരംഭിക്കുന്നുണ്ട്. എന്നാലും വിഷുഫലം നല്ലതായതുകൊണ്ട് ഈ ശനിയുടെ ദോഷം ഈ ഒരു സമയം വിഷുഫലം നല്ലതായതുകൊണ്ട് ഈ നക്ഷത്രക്കാരെ, അതായത് ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ബാധകമാവുകയുമില്ല. മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്കും അല്പം ദുഃഖങ്ങൾ, മനക്ലേശം, തൊഴിൽപരമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ജാതകവശാൽ നല്ല സമയമാണെങ്കിൽ അത് നമുക്ക് ദോഷങ്ങളൊന്നും തന്നെ അനുഭവപ്പെടുകയില്ല. പൊതു നക്ഷത്രഫലമാണ് പറയുന്നത്. ഏത് ദേവനെയാണോ ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത് നന്നായി പ്രാർത്ഥിക്കുക, എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു പോകുന്നതാണ്. മകം, പൂരം, ഉത്രം, അത്തം നക്ഷത്രക്കാർക്ക് അനുകൂല സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കും. ബിസിനസ്, തൊഴിൽ മേഖലകളിലൊക്കെ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി ഉള്ള വിഷമതകൾ മാറുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒക്കെയും നല്ല സമയം തന്നെയാണ്. അപ്പോൾ 2025 വിഷുഫലമാണ് നമ്മളിവിടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. ഇത് ജാതകം വശാലുള്ള കാര്യമല്ല പറഞ്ഞത്, പൊതു നക്ഷത്ര ഫലമാണ് പറഞ്ഞത്. സമയമൊക്കെ നക്ഷത്രം വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ മാറ്റമുണ്ടാകുന്നതാണ്. പൊതു നക്ഷത്ര ഫലം മാത്രമാണ് വിശദീകരിച്ചത്.